ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. ജില്ലാതലത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പട്ടിക കൈമാറിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. 2,54,42,352 വോട്ടർമാരാണ് എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയത്. 91.35% ഫോമുകളാണ് തിരികെ എത്തിയത്. 24,08,503 ഫോമുകളാണ് ശേഖരിക്കാൻ സാധിക്കാത്തതായുള്ളത്. കരട് പട്ടികയിന്മേലുള്ള പരാതികൾ അടുത്ത മാസം 22 വരെ നൽകാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഹിയറിംഗിന്റെ ഭാഗമായിട്ട് ഇആർഒമാർ എടുക്കുന്ന തീരുമാനമെതിരെ ആർക്കെങ്കിലും അപ്പീൽ ഫയൽ ചെയ്യാനുണ്ടെങ്കിൽ 15 ദിവസത്തിനകം ജില്ലാ കളക്ടറുടെ മുൻപാകെ അപ്പീൽ ഫയൽ ചെയ്യാം. അതാണ് ഫസ്റ്റ് അപ്പീൽ. ജില്ലാ കളക്ടർ എടുക്കുന്ന തീരുമാനമെതിരെ അവർക്ക് 30 ദിവസത്തിനകം ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ മുൻപാകെ കൂടി അവർക്ക് ഒബ്ജെക്ഷൻസ് അപ്പീൽ ഫയൽ ചെയ്യാൻ സാധിക്കും. എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സിന് നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്നെലിജിബിൾ ആയിട്ടുള്ള എല്ലാ വോട്ടേഴ്സിന് നമ്മൾ ലിസ്റ്റിന്റെ പുറത്ത് ആക്കണം എന്നുള്ളതാണ് നമ്മുടെ SIRയുടെ മാൻഡേറ്റ്. നമ്മൾ എല്ലാ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് താങ്കളുടെ പേര് ഡ്രാഫ്റ്റ് റോളിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. voters.eci.government.in, ceo.kerala.government.in എന്നീ വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കും. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ഇന്ന് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ശാസ്ത്രം, സാങ്കേതികവിദ്യ, നവീകരണം എന്നീ മേഖലകളിലെ മികച്ച സംഭാവനകൾക്ക് 4 വിഭാഗങ്ങളിലായി നൽകുന്ന പരമോന്നത അംഗീകാരമാണിത്. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പത്മവിഭൂഷൺ ജയന്ത് വിഷ്ണു നാർലിക്കറിന് മരണാനന്തര ബഹുമതിയായി വിജ്ഞാനരത്ന അവാർഡ് നൽകി ആദരിച്ചു. 8 ശാസ്ത്രജ്ഞർക്ക് വിജ്ഞാനശ്രീ പുരസ്കാരവും 14 യുവശാസ്ത്രജ്ഞർക്ക് വിജ്ഞാന യുവ അവാർഡും ലഭിച്ചു. ലോക്സഭാ പ്രസംഗങ്ങളിൽ പ്രാദേശിക ഭാഷകൾക്ക് മുൻഗണന നൽകി പാർലമെന്റിൽ ഇന്ത്യയുടെ സാംസ്കാരികവും ഭാഷാപരവുമായ വൈവിധ്യം ഉയർത്തിക്കാട്ടിയതിന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെയും എല്ലാ എംപിമാരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യയുടെ വൈവിധ്യം എല്ലാവരുടെയും അഭിമാനമാണെന്നതിൽ സന്തോഷമുണ്ടെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള വിശാല ദൌത്യത്തിന്റെ ഭാഗമാണ് ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാറെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ വികസന യാത്രയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണിതെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. ശ്രീലങ്ക സന്ദർശിക്കുന്ന വിദേശകാര്യമന്ത്രി S ജയശങ്കർ ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജിത ഹെറാത്തുമായി കൂടിക്കാഴ്ച നടത്തി. ദിത്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയുടെ പുനർനിർമ്മാണത്തിന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹം ഉറപ്പു നൽകി. ശ്രീലങ്കയ്ക്കായി 450 ദശലക്ഷം രൂപയുടെ പ്രത്യേക പാക്കേജും ഇന്ത്യ പ്രഖ്യാപിച്ചു. ഒഡീഷയിലെ മാൽക്കൻഗിരി ജില്ലയിൽ 10 വനിതാ കേഡറുകൾ ഉൾപ്പെടെ 22 മാവോയിസ്റ്റുകൾ ഇന്ന് പോലീസിന് മുന്നിൽ കീഴടങ്ങി. ഒഡീഷ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു കീഴടങ്ങൽ. ഇവർക്ക് പരിഷ്കരിച്ച പുനരധിവാസ നയപ്രകാരമുള്ള സഹായങ്ങൾ നൽകുമെന്ന് പോലീസ് അറിയിച്ചു. അമേരിക്കയുടെ AST സ്പേസ് മൊബൈൽ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹം വിക്ഷേപിക്കാനൊരുങ്ങി ISRO. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നാളെ രാവിലെ 8:54 വിക്ഷേപണം. ISROയുടെ LVM-3 M6 റോക്കറ്റാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുക. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര മൃഗസംരക്ഷണ മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ ചില ഭാഗങ്ങളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. കേരളത്തിൽ പക്ഷിപ്പനി ഇതുവരെ മനുഷ്യരെ ബാധിച്ചിട്ടില്ലെങ്കിലും മുൻകരുതലുകൾ ആവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സജ്ജമാക്കിയ കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്കിൽ ചർമ്മത്തിന്റെ പ്രോസസിംഗ് ആരംഭിച്ചു. അപകടത്താലും പൊള്ളലേറ്റും ചർമ്മം നഷ്ടപ്പെട്ടവർക്ക് ലോകോത്തര ചികിത്സ ഉറപ്പുവരുത്താനാണ് സ്കിൻ ബാങ്ക് സജ്ജമാക്കിയിരിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പൊതുജനങ്ങൾക്ക് യാത്രയ്ക്കിടെ ശുചിമുറികൾ കണ്ടെത്താൻ സഹായകമാകുന്ന ക്ലൂ മൊബൈൽ ആപ്ലിക്കേഷൻ മന്ത്രി MB രാജേഷ് തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഈ സംരംഭം. യാത്രക്കാർക്ക് തൊട്ടടുത്തുള്ള ശുചിമുറികൾ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുമെന്നതാണ് ആപ്പിന്റെ സവിശേഷത. ഭിന്നശേഷിക്കാരുടെ പരിചാരകരായ 22,700 പേർക്കുകൂടി ആശ്വാസകിരണം പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കുമെന്ന് മന്ത്രി R ബിന്ദു. 2018 ഏപ്രിൽ 1 മുതൽ അപേക്ഷിച്ചിട്ടുള്ള ഈ വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കളെയാണ് ആശ്വാസകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്.
പ്രതിമാസം 600 രൂപ വീതം ഇവർക്ക് ലഭ്യമാകും. പൊതുവിദ്യാലയങ്ങളിലെ പഠനം മികവുറ്റതാക്കാൻ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും പൊതുസമൂഹത്തിന്റെ പങ്കാളിത്തം സ്കൂളുകളുടെ പ്രകടനത്തിൽ പ്രതിഫലിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി. ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയുടെ 4ാം എഡിഷന് തിരുവനന്തപുരത്ത് തുടക്കം കുറിക്കുകയായിരുന്നു മന്ത്രി. കൈക്കൂലി കേസിൽ ജയിൽ DIG MK വിനോദ് കുമാറിന് സസ്പെൻഷൻ. വിജിലൻസ് വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ കൈക്കൂലി കൈപ്പറ്റുന്നതിനായി ആരോപണം ഉയർന്നതിനെ തുടർന്ന് വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ വിനോദ് കുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 129ാം പതിപ്പ് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 26 വരെ അറിയിക്കാം. പ്രശസ്ത എഴുത്തുകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വിനോദ് കുമാർ ശുക്ലയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഹിന്ദി സാഹിത്യ ലോകത്തിന് വിനോദ് കുമാർ ശുക്ല നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അയ്യപ്പസ്വാമിക്ക് മണ്ഡലപൂജയ്ക്ക് ചാർത്തുന്നതിനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര പത്തനംതിട്ട ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലൂടെ യാത്ര തുടരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ. ഇന്നു രാത്രി 9:30 ശേഷം ഓമല്ലൂർ ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലെത്തുന്ന തങ്കയങ്കി ദർശനത്തിനായി വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്ര പരിസരത്ത് അനുഭവപ്പെടുന്നത്. രാത്രി വിശ്രമത്തിനു ശേഷം നാളെ രാവിലെ 8ഓടെ ഘോഷയാത്ര പത്തനംതിട്ട ടൗൺ വഴി വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണ ഇടങ്ങൾ പിന്നിട്ട് കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ രാത്രി വിശ്രമം നടത്തും. 3 ദിനങ്ങളിലായി 76 സ്വീകരണ ഇടങ്ങൾ പിന്നിട്ട് 26-ന് വൈകിട്ട് സന്നിധാനത്തെത്തും. അന്ന് വൈകിട്ട് 6:30-ന് തങ്കയങ്കി ചാർത്തി സന്നിധാനത്ത് ദീപാരാധന നടക്കും. ഇന്ന് സന്നിധാനത്ത് നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമല ദർശനത്തിന് വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ മാസം 26-ന് 30,000 പേരെയും 27-ന് 35,000 പേരെയും മാത്രമേ വെർച്വൽ ക്യൂ വഴി അനുവദിക്കുകയുള്ളൂ. 2 ദിവസങ്ങളിലും സ്പോട്ട് ബുക്കിംഗ് 2,000-ആയി നിജപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ക്രിസ്മസ് അവധിക്കായി സ്കൂളുകൾ ഇന്നടച്ചു. 12 ദിവസത്തെ അവധിക്ക് ശേഷം ജനുവരി 5-നാണ് സ്കൂളുകൾ തുറക്കുക. ഹൈക്കോടതിയുടെ ക്രിസ്മസ് അവധി ഇന്നലെ ആരംഭിച്ചു. ജനുവരി 1 വരെ നീളുന്ന അവധിക്കിടെ അടിയന്തര പ്രാധാന്യമുള്ള കേസുകൾ പരിഗണിക്കുന്നതിനായി ഡിസംബർ 26, 30 തീയതികളിൽ അവധിക്കാല സിറ്റിംഗുകൾ നടത്തുന്നുണ്ട്. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 1,01,600 രൂപയും ഗ്രാമിന് 12,700 രൂപയുമാണ് ഇന്നത്തെ വില. സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാനുള്ള മികച്ച അവസരമാണിതെന്ന് തിരുവനന്തപുരത്തു നിന്നും സ്വർണ്ണ വ്യാപാരി ജയചന്ദ്രൻ പിള്ള ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. വർദ്ധിച്ചു വരുന്ന ഗോൾഡ് വിലയിൽ ഉപഭോക്താക്കൾ വളരെ സന്തോഷമായി ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഗോൾഡിൻ്റെ മൂല്യം വളരെയധികം ഉയർന്നിരിക്കുന്നു എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പണം സ്വരൂപിക്കുകയും ഗോൾഡിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയും വേണം. നല്ലൊരു മാറ്റം നമുക്കുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും സജ്ഞരാകുക എന്നുള്ളതാണ് ഇങ്ങനെ ഗോൾഡിന് വില കൂടുന്നു എന്ന് പറയുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 129 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺസ് നേടി. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യത്തെ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. അവസാന 3 മത്സരങ്ങൾ തിരുവനന്തപുരത്താണ് നടക്കുന്നത്. വാളയാർ അട്ടപ്പള്ളത്ത് ആൾക്കൂട്ടമർദ്ദനത്തിൽ അതിഥി തൊഴിലാളി രാംനാരായൺ ഭാഗയിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിലായി. അട്ടപ്പള്ളം സ്വദേശികളായ വിനോദ്, ജഗദീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7ആയി. വിവിധ തലങ്ങളിലെ പ്രവർത്തനങ്ങളിലൂടെ സാമൂഹിക സേവനത്തിന്റെ മികച്ച പാഠങ്ങൾ സൃഷ്ടിക്കാൻ നാഷണൽ സർവീസ് സ്കീമിന് കഴിയുന്നതായി മന്ത്രി ആർ ബിന്ദു. നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പിന്റെയും ഫീനിക്സ് പുനർജനി പദ്ധതിയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.